ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുവാനും കാണുവാനും ഈ സമയം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരുടെ മേലും കുടുംബങ്ങളുടെ മേലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ വീട്ടിൽ വളരെ ശാന്തതയോടും വളരെ സന്തോഷത്തോടും കൂടെ അധിവസിക്കുന്ന ഈ അമ്മ വീട്ടിൽ ഒരുപാട് വ്യക്തികൾ, ഒരുപാട് കുടുംബങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വരാറുണ്ട്. അവരോടെല്ലാവരോടും തന്നെ സ്നേഹപൂർവ്വം സംസാരിക്കുവാനും ഒരു പരിധിവരെ അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും പങ്കുവയ്ക്കുവാനുമൊക്കെ നല്ല ഈശോ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലൊരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഒരുപാട് കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു, കോളേജുകളിൽ പഠിക്കുന്ന യുവതി യുവാക്കളുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽപ്പെട്ട ഒരുപാട് മനുഷ്യരുമായി പങ്കുവയ്ക്കുവാനും അവരുടെ ഹൃദയവേദനകൾ കേൾക്കുവാനും നല്ല ദൈവം അനുവദിച്ചു. തമ്പുരാൻ്റെ കരുണ ഒരുപാട് അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളും സമയങ്ങളുമായിരുന്നു ഈ പാവപ്പെട്ട മനുഷ്യരോട്, ഹൃദയവേദന അനുഭവിക്കുന്ന ഈ പാവപ്പെട്ടവരോട് സംസാരിച്ച നിമിഷങ്ങൾ അത്രയും. പ്രിയപ്പെട്ടവരെ, അപ്പം ഇവരോട് ഇങ്ങനെയുള്ള ഈ സംസാരത്തിൽ അച്ഛൻ അതിനെ ചില വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ, അവർ പങ്കുവച്ച കാര്യങ്ങളെ ഒരു പ്രത്യേക വിഭാഗങ്ങളിലേക്ക് തിരിക്കുമ്പോൾ അച്ഛൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ സംസാരിച്ച ചില വ്യക്തികളെന്ന് പറയുന്നത് രോഗാവസ്ഥയിലായിരുന്ന മനുഷ്യരായിരുന്നു. അതോടൊപ്പം തന്നെ ചിലരെങ്കിലും കുടുംബങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകൾ വന്ന് മക്കളെക്കുറിച്ചുള്ള ആദികളിൽ മുഴുകി ഒരുപാട് ഉത്കണ്ഠപ്പെട്ട് ജീവിതം നയിച്ച മാതാപിതാക്കളുടെ ഒരു മേഖല അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പഠന മേഖലയിൽ ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ഒരുപാട് യുവതി യുവാക്കളെ കണ്ടുമുട്ടി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും പോയപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്ന, അച്ഛൻ കണ്ടെത്തിയൊരു മേഖല എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് യുവതി യുവാക്കളെ, ഒരുപാട് ചെറുപ്പക്കാരെ അച്ഛൻ കണ്ടുമുട്ടുകയുണ്ടായി. അതായത് ബിസിനസ് മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ താൻ നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ഒരു ജോലിക്ക് ചെന്നു, ജോലി സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, 1-2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ സാലറിയൊക്കെ തിരിച്ചു തന്ന് അവർ പറഞ്ഞു വിടുകയാണ്, കൊടുത്ത സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു തന്ന് പറഞ്ഞു വിടുകയാണ്, ഇനി ഇവിടെ സേവനം ചെയ്യുന്നത് നിർത്തിക്കോ. ഒരുപാട് പ്രതീക്ഷയോടെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി ചെന്നു, ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു, പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ ആ സ്വപ്നങ്ങൾ തകർന്ന് ഇവർ തിരിച്ചു വരികയാണ്, ഒരുപാട് സങ്കടപ്പെട്ട്. അങ്ങനെ ഇവർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടുള്ള സംസാരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതും ചില പ്രത്യേക ബോധ്യങ്ങൾ തന്നതും. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മേഖലയിൽ ഒരുപാട് മനുഷ്യർ പല രീതിയിലാണ് സമ്പത്ത് നേടുവാനായിട്ട് പരിശ്രമിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരോടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത് വെച്ച് ഒരുപാട് കർഷകരുണ്ടായിരുന്നു. എന്നാൽ ചിലരാകട്ടെ ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തി സമ്പത്തുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യർ, അല്ലെങ്കിൽ പല രീതിയിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരായിട്ടുള്ള മനുഷ്യർ. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇവരോടൊക്കെ സംസാരിച്ച ഈ നിമിഷങ്ങളിൽ എന്തുകൊണ്ടാണ് തങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വളർച്ചയില്ലാത്തത്? അപ്പം അവർ പറയുകയാണ്, അച്ഛൻ ഒരു പുരോഗതിയില്ല, ഒരു കയറ്റമില്ല, എപ്പോഴും താഴോട്ട് പോകുന്നൊരവസ്ഥ. ഏതെങ്കിലും രീതിയിൽ വീട്ടിലെ കാശ് എത്തിക്കഴിഞ്ഞാൽ ദിവസങ്ങൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് ആ സമ്പത്ത് എതിലേ പോയെന്ന് കാണുന്നില്ല. ഞങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കൂട്ടിയതത്രയും ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ആ സമയത്ത് മറ്റുള്ളവരുടെ മുൻപിൽ പോയി കൈ നീട്ടേണ്ട ഒരവസ്ഥ. കണ്ണുനീരോടെ അവരിത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയൊക്കെ ഇരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി വചനങ്ങൾ എടുത്ത് വായിച്ചു.
ഈ സമയത്തൊക്കെയും പരിശുദ്ധാത്മാവ് നൽകിയ ചില പ്രചോദനങ്ങളും ദൈവവചനം നൽകിയ ചില വെളിപ്പെടുത്തലുകൾക്കും അനുസരിച്ച് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട ദൈവവചന ഭാഗമുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖല ദൈവാനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആ വ്യക്തി, ആ കുടുംബം ഈ ഒരു ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചേ മതിയാവും. വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ സമ്പത്ത് വേണം, ധനം വേണം. അവൻ ദൈവം കൊടുത്തിരിക്കുന്ന ആരോഗ്യം ഉപയോഗിച്ച് അവൻ അധ്വാനിക്കണം. പക്ഷേ അവൻ സ്വന്തമാക്കുന്ന ധനം, സമ്പത്ത് അവനും അവൻ്റെ കുടുംബത്തിനും അനുഗ്രഹമായി മാറണമെങ്കിൽ, അഭിഷേകമായി മാറണമെങ്കിൽ ഈ ദൈവവചനം അനുസരിച്ച് വേണം അവൻ സമ്പത്ത് നേടാൻ, അവൻ ധനം ആർജിക്കാൻ. വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 29:11, അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് വേണം നീ ധനം നേടാൻ. ഈ വചനം പ്രിയപ്പെട്ടവരെ, ധനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, സമ്പത്ത് സ്വന്തമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട വലിയൊരു സത്യമുണ്ട്. ഈ വചനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്ത്യാനിയായ ഒരു വിശ്വാസിയായ ഞാനും നിങ്ങളും ഏതെങ്കിലും രീതിയിൽ സമ്പത്ത് ആർജിച്ചാൽ പോരാ. എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരാമെന്ന് ആരും വ്യാമോഹിക്കരുത്. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ്. ആ മക്കള് അത്യുന്നതൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമേ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് സമ്പത്ത് ആർജിക്കാവൂ, ധനം കൊണ്ടുവരാവൂ. അതല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, ആ സമ്പത്തിന്, ആ ധനത്തിന് നിലനിൽപ്പില്ല. നിന്റെ ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും നീ കുന്നുകൂട്ടുന്ന നിന്റെ സമ്പത്ത്, നിന്റെ ധനം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. അത് നിനക്ക് അനുഗ്രഹമായി മാറുകയില്ല, അത് നിനക്ക് ഉപകരിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുലിഖിതത്തിലൂടെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തതയോടെ നമ്മളെ ഒരു വചനം പഠിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട, ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട, ആലേഖനം ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ വചനമാണിത്. നമുക്കത് ശ്രദ്ധയോടെ കേൾക്കാം. താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അതവനെ വിട്ടുപിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു താക്കീത് പോലെ, ഒരു മുന്നറിയിപ്പ് പോലെയാണ് നമുക്കിത് തരുന്നത്. അന്യായമായി സമ്പത്ത് തേടുന്നവൻ്റെ ജീവിത മധ്യത്തിൽ അതവനെ വിട്ടുപിരിയും, അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. തിത്തിരിപ്പക്ഷി, ആ ഒരു ഉപമ തിത്തിരിപ്പക്ഷിയെ വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈജിപ്തിൽ കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് തിത്തിരിപ്പക്ഷി. അപ്പോൾ ഈ തിത്തിരിപ്പക്ഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് കൂടുതലും ചതുപ്പ് നിലങ്ങളിലും വനത്തോട് ചേർന്നുമൊക്കെയാണ് ഇത് ജീവിക്കുന്നത്. അപ്പം ശത്രുക്കളെ ഭയന്ന് കഴിയുന്ന ഒരിനം, വളരെ കൂടുതൽ ഇതിനൊത്തിരി പേടിയാണെന്നാണ് പറയുക, ഭയമുള്ള പക്ഷികളാണ്. അപ്പം ഇതെങ്ങനെ വളരെ ഒളിച്ചും പാത്തുമാണ് ഇത് മുട്ടയിടുക. അപ്പോൾ ഒരു കൂട്ടിൽ തന്നെ ഒന്നിലധികം തിത്തിരിപ്പക്ഷികൾ വന്ന് മുട്ടയിടും. ആ മുട്ടയിടുന്ന പക്ഷി തന്നെ അല്ല അടയിരിക്കുന്നത്, മറിച്ച് ഈ 3, 4, 5 തിത്തിരിപ്പക്ഷികൾ വന്ന് മുട്ടയിടുന്നു. അതിൽ ഏതെങ്കിലും ഒരു പക്ഷിയായിരിക്കും ഇതിന് അടയിരിക്കുക. അങ്ങനെ അടയിരുന്ന് ദിവസങ്ങളായി കഴിയുമ്പോൾ ഈ പക്ഷിയുടെ ചൂടേറ്റ് മുട്ടകൾ വിരിയുന്നു, തിത്തിരിപ്പക്ഷികൾ, കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ഇതുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഈ തള്ളപ്പക്ഷിയോട് യാതൊരു സ്നേഹവും കാണിക്കാതെ ഈ കുഞ്ഞുങ്ങൾ ആകാശത്തിലേക്ക് പറന്നുയർന്നു പോകും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ അറിയാം, കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും തള്ളക്കോഴിയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പക്ഷേ ഈ തിത്തിരിപ്പക്ഷിയെക്കുറിച്ച് പറയുക, കഷ്ടപ്പെട്ട് അടയിരുന്ന് മുട്ട വിരിയിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ആകാശത്തിലേക്ക് പറന്നു പോകും. അതുകൊണ്ടാണ് ഈ ഒരു ഉപമ അന്യായമായി സമ്പത്ത് തേടുന്ന മനുഷ്യരെക്കുറിച്ച് പറയുവാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ചിരിക്കുക. അന്യായമായി സമ്പത്ത് നേടുന്ന മനുഷ്യൻ്റെ അവസ്ഥയും അവസാനവും ഇങ്ങനെയാണ്. അവൻ തൻ്റേതല്ലാത്ത പണത്തിന് മുകളിൽ സ്വപ്നങ്ങൾ നെയ്യുന്നു, പക്ഷേ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവൻ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. അന്യായമായി ഒരു മനുഷ്യൻ സമ്പത്ത് നേടിക്കഴിഞ്ഞാൽ അതൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുകയില്ല, ഉപകാരമായി മാറുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ടാണ് വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഹബക്കുക്ക് പ്രവാചകനിലൂടെ ഈ സത്യം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത്. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുലിഖിതം വചനം പറയുകയാണ്, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. പ്രവാചകൻ വിലപിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അനർത്ഥങ്ങൾ എത്തിപ്പിടിക്കാതിരിക്കാൻ ഉന്നതങ്ങളിൽ കൂടുകൂട്ടേണ്ടതിന് കുടുംബത്തിന് വേണ്ടി അന്യായമായി ധനം നേടുന്നവന് ഹാ കഷ്ടം. അവിടെ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തിനാ മനുഷ്യൻ ഈ ധനം ആർജിക്കുന്നത്? അവനൊരാഗ്രഹമുണ്ട്, എൻ്റെ ആരോഗ്യം സുരക്ഷിതമാക്കാൻ എനിക്ക് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ പോകണം, ഒരു നല്ല വീട്, അതും നഗരത്തിൽ ഏറ്റവും ചങ്കായിട്ടുള്ള ഭാഗത്ത് ഒരു നല്ല വീട്, ഒരു മണിമാളിക വേണം, ഏറ്റവും നല്ല ഡ്രസ്സ് വേണം, ഏറ്റവും നല്ല ആഡംബര വാഹനങ്ങൾ നമുക്ക് വേണം. ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നമാണ്. അപ്പം ഈ സ്വപ്നങ്ങൾ ഒരു സാധാരണ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ സ്വന്തമാക്കാനായിട്ട് സാധ്യമല്ല നമുക്കറിയാം. ചിലപ്പോൾ വഴിവിട്ട മാർഗങ്ങളിലൂടെ പോയാൽ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ജീവിതം എനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ മനുഷ്യൻ എല്ലാം മറന്ന് പല വഴികളിലൂടെ കിട്ടാൻ അത് അന്യായ പലിശയായിരിക്കാം, കൈക്കൂലി മേടിക്കുന്നതായിരിക്കാം എന്ന് വേണ്ട പല രീതികളിലൂടെ മനുഷ്യൻ സമ്പത്ത് സ്വരുക്കൂട്ടാനായിട്ട് ശ്രമിക്കും. ഈ മനുഷ്യരെ നോക്കിക്കൊണ്ടാണ് വചനം പറയുന്നത്, അല്ലയോ മനുഷ്യ, ഉന്നതത്തിൽ കൂടുകൂട്ടേണ്ടതിന് തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യായമായി സമ്പത്ത് നേടുന്നവന് ഹാ കഷ്ടം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ മുന്നറിയിപ്പ് നമ്മൾ കേട്ടില്ല എന്ന് വെക്കരുത്, കണ്ടില്ല എന്ന് നടിക്കരുത്. മറിച്ച് ഈ വചനത്തെ സ്വീകരിച്ചു കൊണ്ട് തന്നെ നിന്റെ സാമ്പത്തിക മേഖലയെ നീ വിശുദ്ധീകരിച്ചേ പറ്റൂ. നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നീ ചില കാര്യങ്ങൾ നീ ആത്മശോധന ചെയ്യാനായിട്ട് നീ കടപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്, കൃത്യതയോടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ സ്ഥാപനത്തിൽ നീ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണോ നീ ജോലി ചെയ്യുന്നത്? ആ സ്ഥാപനത്തിൻ്റെ നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ തീർച്ചയായും നീ മനസ്തപിച്ചേ പറ്റൂ. അതോടൊപ്പം തന്നെ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, 100% ആത്മാർത്ഥതയും സമർപ്പണ മനോഭാവവും നീ ഏറ്റെടുത്തിരിക്കുന്ന ജോലിയോട്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീ കാഴ്ചവെക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ? ഇതിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മേഖലയിൽ നിന്നോട് ചേർന്ന് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായി എനിക്ക് എൻ്റെ ജോലി സ്ഥാപനത്തിൽ പെരുമാറണമെങ്കിൽ ഈ കാര്യങ്ങൾ നീ ശരിക്ക് മനസ്തപിച്ച് ആത്മശോധന ചെയ്ത് ചില തീരുമാനങ്ങൾ എടുക്കണം. അതോടൊപ്പം തന്നെ നീ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം കർത്താവ് കൂടുതൽ കാർക്കശ്യത്തോടെ ഈ മേഖലയിലൊക്കെ ചില വചനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമതായിട്ട് നീ ആത്മശോധന ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് നീ നീതിയായിട്ട് ന്യായമായിട്ട് നീ ശമ്പളം കൊടുക്കാറുണ്ടോ? കൂലിക്കാരന് ഒരുപാട് താമസിച്ചിരുത്തി ഇന്ന് തരാം, നാളെ തരാം, പിന്നെ തരാമെന്ന് പറഞ്ഞ് അർഹതപ്പെട്ട വേതനം കൊടുക്കാതെ അവനെ കാത്തിരുത്തി മുഷിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ അതിനെക്കുറിച്ച് ആത്മശോധന ചെയ്യണം, നീ അതിനെക്കുറിച്ച് മനസ്തപിക്കണം. അതോടൊപ്പം തന്നെ ജീവനക്കാരെ അമിതമായിട്ട് ഭാരപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ നീ? അവർക്ക് നീതിയായിട്ടുള്ളത് ചെയ്തു കൊടുക്കാതിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നീ തീർച്ചയായും ആത്മശോധന ചെയ്യേണ്ട. നിന്റെ സാമ്പത്തിക മേഖല, നിന്റെ ഈ സ്ഥാപനം അഭിവൃദ്ധിപ്പെടാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, നീ ഇവിടെ ആത്മശോധന ചെയ്തേ മതിയാകൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. ദൈവം നിനക്ക് ധാരാളം സമ്പത്ത് തന്നിട്ടുണ്ട്, നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് അധ്വാനിക്കാനായിട്ട്. പക്ഷേ നീ നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ ദൈവം നിനക്ക് തന്ന ധനത്തെ നിൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് നീ അത് നശിപ്പിക്കുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ധനം ഒരിക്കലും നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുകയില്ല.
നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സമ്പത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നീ മദ്യത്തിന് അടിമയാണ്, നീ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത്, നിന്റെ ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് 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 നീ അങ്ങ് പോവുകയാണ്. വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാം തിരുലിഖിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യമുണ്ട്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും പണക്കാരനാവുകയില്ല. പ്രിയപ്പെട്ട സഹോദര, നിനക്ക് കിട്ടുന്ന പണം ഉപയോഗിച്ച് മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ സത്യം തുറന്നു തരികയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-21 വചനം പറയുന്നു, മദ്യപാനി ദാരിദ്ര്യത്തിൽ അകപ്പെടും, അവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവം തരുന്ന ധനം, ദൈവം തരുന്ന സമ്പത്ത്, അത് നീ നന്മ ചെയ്യാനായിട്ട് വിനിയോഗിക്കണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നീ ഉപയോഗിക്കണം. സ്വന്തം ഇഷ്ടങ്ങൾക്കല്ല, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കല്ല, ലോകത്തിൻ്റെ അരൂപികൾക്ക് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നീ ആ ധനം ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ശ്രവണത്തിൻ്റെ അവസാനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം ചിലർ പറയും, അച്ഛാ ഞങ്ങൾ മോശപ്പെട്ട മാർഗത്തിലൂടെ നടന്നു പോകുന്നില്ല, മദ്യം കഴിക്കുന്നില്ല, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നില്ല, അതല്ല എങ്കിൽ ജോലി മേഖലയിൽ ഞങ്ങളൊരു അനീതി ചെയ്യുന്നില്ല, എല്ലാം നന്നായി പോകുന്നുണ്ട്. വചനത്തിനനുസരിച്ച്, കൽപ്പനകൾക്കനുസരിച്ചൊക്കെ ഞങ്ങൾ ജീവിതം നയിക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ മുടക്ക് കൂടാതെ പങ്കെടുക്കുന്നു, കൃത്യമായിട്ട് കുമ്പസാരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അച്ഛാ. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വേണ്ടത്ര അഭിവൃദ്ധി ഇല്ലാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുവചനത്തിലൂടെയാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ജോബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവിധ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യനാണ് ജോബ്. ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ച് ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന സാത്താനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. കർത്താവ് സാത്താനോട് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? അപ്പം ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് സാത്താൻ പറയുകയാണ്, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിന് ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി, അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ, സാത്താൻ ദൈവത്തോട് പറയുകയാണ്, അവൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവച്ചാൽ അവൻ അങ്ങയെ ദുഷിക്കുന്നത് അങ്ങേക്ക് കാണാം. പ്രിയപ്പെട്ടവർ, ആ വചനം ശ്രദ്ധിക്കണം. ഇങ്ങനെ സങ്കടപ്പെടുന്ന എല്ലാ മനുഷ്യരും പ്രത്യേകമായിട്ട് ആ വചനം ശ്രദ്ധിക്കണം. ഞങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഈ വചനം നമുക്ക് വലിയ ആശ്വാസമാണ്. സാത്താന് ദൈവം അവസരം കൊടുക്കുകയാണ് സമ്പത്തിന് മേൽ കൈവയ്ക്കാൻ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോൾ 42-ാം അധ്യായത്തിൽ നമ്മളൊരു വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിരുണ്ട്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്, കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പത്തേതിനേക്കാൾ ധന്യമാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചന ഭാഗം നമുക്ക് തരുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. ജോബ് പരാജയപ്പെട്ടു പോയില്ല, അവൻ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. പണത്തിന്മേൽ കൈവെക്കുമ്പോൾ, സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, വിശ്വാസ ജീവിതത്തിൽ അവന് പ്രതിസന്ധി ഉണ്ടാകും. അവൻ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. ദൈവമേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അധപതിച്ച അവസ്ഥ ഉണ്ടായത്? എന്തുകൊണ്ടാണ് എൻ്റെ സാമ്പത്തിക മേഖല ഒരു അധോഗതിയിലേക്ക് പോകുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ ജോബിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്, സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഈ ജോബ് ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. ഭാര്യ പോലും പറയുന്നുണ്ട് ദൈവത്തെ തള്ളിപ്പറയാൻ. പക്ഷേ ഈ മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല, ദൈവത്തെ മുറുകെ പിടിച്ചു.
അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ്റെ ജീവിതം മുമ്പത്തേതിനേക്കാൾ ധന്യമായി എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയേണ്ട വലിയൊരു സത്യം ഇതാണ്, ആത്മീയ യാഥാർത്ഥ്യം ഇതാണ്. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ഒരു കാലഘട്ടത്തിൽ നല്ല ഉയർച്ചയിലായിരുന്നു, ഇപ്പോൾ ഞാൻ ഒത്തിരി താഴ്ന്നു പോയി. സങ്കടപ്പെടരുത്, നിരാശപ്പെടരുത്. ചിലപ്പോൾ ദൈവം നിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി നിനക്കൊരു സഹനം അനുവദിച്ചതാവാം. നീ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും നിന്റെ സംരംഭങ്ങളെ നീ മുന്നോട്ട് കൊണ്ടുപോകണം. പ്രാർത്ഥനയോട് ചേർന്ന്, ദൈവവചനത്തോട് ചേർന്ന് നിന്റെ സാമ്പത്തിക മേഖലയെ നീ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജോബിനോട് അരുളി ചെയ്ത ഈ വാക്കുകൾ, ജോബിനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും നിറവേറപ്പെടും. ദൈവം മുമ്പത്തേതിനേക്കാൾ അവൻ്റെ ജീവിതത്തെ ധന്യമാക്കി. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നാളിതുവരെ നമ്മളെ നയിച്ചതിന്, കൈപിടിച്ച് നടത്തിയതിന്, ഒരുപാട് മനുഷ്യരിലൂടെ നമ്മളെ സഹായിച്ചതിന് ദൈവം ഇതുവരെയും നമ്മളെ കൈവിട്ടിട്ടില്ല, ഇനിയും കൈവിടുകയുമില്ല. നമുക്കൊന്നു ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയെ മഹത്വപ്പെടുത്തുവാനുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കരങ്ങൾ കൂപ്പി നമ്മുടെ മുൻപിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ മുൻപിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷമാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും ഈ നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ കരങ്ങൾ ഉയർത്തി മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തെ സമസ്ത മേഖലകളെയും, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും കർത്താവിന് മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗങ്ങളെ, നമ്മുടെ ജീവിതത്തിന് ശക്തിപ്പെടുത്തുന്ന ആരോഗ്യത്തിൻ്റെ മേഖലകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, തീക്ഷ്ണതയോടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുവാൻ, ഞാൻ എൻ്റെ വ്യക്തിയുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു എല്ലാവരും സ്തുതിക്കട്ടെ, സ്വരമേർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. ഈ നിമിഷം തന്നെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന സമയമാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന സമയമാണിത്. വിശ്വാസത്തോടെ, തീക്ഷ്ണതയോടെ ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ഉപജീവന മാർഗങ്ങളെ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, ഒരുപാട് കടബാധ്യതയിലാണോ നീ കഴിയുന്നത്? ധനത്തിൻ്റെ ഒരുപാട് കുറവ് നിനക്കുണ്ടോ? അതിൻ്റെ പേരിൽ നീ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ? നീ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നിന്റെ പഠന മേഖല മുൻപോട്ട് പോകാതെ തടസ്സമായി നിൽക്കുകയാണോ? നീ പ്രാർത്ഥിക്കുക. ഒരുപാട് ജോലി അന്വേഷിച്ച് ഒരുപാട് സ്ഥാപനങ്ങളിലേക്ക് നീ കടന്നു ചെന്നു. എല്ലാ ഇടങ്ങളിലും നീ തിരസ്കരിക്കപ്പെടുന്ന, നിനക്ക് വിപരീതമായിട്ടുള്ള ഒരു അനുഭവം നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നീ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ കാർഷിക മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ മിച്ചം ഒന്നും കിട്ടുന്നില്ല. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ദൈവസന്നിധിയിലേക്ക്, ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് നിന്റെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ നീ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്ന സമയത്ത് സാമ്പത്തിക മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുടെയും കെട്ടുകൾ അഴിയപ്പെടാൻ വേണ്ടി ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ, സാമ്പത്തിക മേഖലയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളും, എല്ലാ കുടുംബങ്ങളും കർത്താവിൻ്റെ
ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി, കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖലയെ, എൻ്റെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ സമ്മാനിക്കുന്ന എൻ്റെ സാമ്പത്തിക പരാജയങ്ങളെ, തകർച്ചയെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലേക്ക് സന്തോഷം നൽകാതെ കടന്നുപോയ സാമ്പത്തിക പരാജയങ്ങളെ യേശു നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവേ, കുടുംബത്തിലേക്ക് പണം കടന്നു വരാത്ത, സാമ്പത്തിക അഭിവൃദ്ധി കടന്നു വരാത്ത എല്ലാ മേഖലകളെയും യേശു നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, ഒരുപാട് അന്വേഷിച്ചിട്ടും തൊഴിൽ ലഭിക്കാത്ത, നല്ല ജോലി ലഭിക്കാത്ത എല്ലാ മേഖലകളെയും, ജോലി ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും യേശു നാമത്തിൽ ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് കണ്ണുകൾ അടച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.